ഉറുപ്പ്യക്ക് പാൻറ്റ് മേടിച്ചാട്ടന്ന് 13-ാം തീയതി ഞായറാഴ്ച 13/4/2025 കണ്ടതാണ് ഈ കമ്പനിയുടെ സാധനം. ഇത് ഞാനിപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ പോയപ്പോൾ പള്ളീൻ്റെ അടുത്തുണ്ട്. അവിടെ പല ജീൻസും പാൻറ്റൊക്കെ ഉണ്ട്. ഞാൻ ജീൻസ് ഇടലില്ല. ഞാൻ ബ്ലാക്ക് പാൻറ്റ് സാധാ പാൻറ്റാണ് ഇടൽ. അത് അട്ടിക്കണം ബ്ലാക്കാണ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണം. എന്താ വെച്ചാൽ ഞാൻ ജീൻസിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താ പറയുക, ഉള്ള കാര്യം സത്യം പറയണേ, എൻ്റെ റബ്ബിനെ സത്യം പറയണേ. കാരണം വളരെ ചെറുപ്പത്തിൽ 7 വയസ്സിൽ ഉപ്പ ഇവിടെ ബോംബെ കൊടുന്നിട്ട് ഈ റൂട്ടുമുള്ള കടയിൽ കൊടുന്ന് നിർത്തിയപ്പോൾ ഉപ്പ എന്നോട് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞു, ഇപ്പം എനിക്കൊരു ജീൻസ് പാൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉപ്പ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയോ, എടാ എൻ്റെ ഉപ്പ നല്ല സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ 8 മക്കളുണ്ട്. 4 പെങ്ങളും 4 ആൺകുട്ടികളും ഉണ്ട്. മൂത്ത ആൺകുട്ടി ഞാനാണ്. എൻ്റെ പെങ്ങന്മാർ 4 മൂത്തതാണ്. അവരുടെ താഴെ ഞാനാണ്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ 7 വയസ്സാണ്. ഞാൻ ഒന്നിന്ന് മദ്രസയിൽ നിന്ന് അവിടുത്തെ കൊടുന്നതപ്പ. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ജീൻസ് പാൻറ്റ് ഇട്ടാട്ടി ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം സ്നേഹത്തോടെ ഒരിക്കലും ഒരു മക്കളോടും മണ്ടില്ല. അങ്ങനെ ചീത്ത പറയാം. അത് അത്രയും മോശപ്പെട്ട ചീത്ത പറയാം. അത് അങ്ങനത്തെ പല ആൾക്കാർ അങ്ങനെ, ചിലർ അങ്ങനെയാണ്, ചിലർ നല്ല. അപ്പം എന്നോട് പറയാം, നായി എന്തിനാണ് എനിക്ക് ജീൻസ് പാൻറ്റ്, ഇത് എന്ത് കണ്ടിട്ടാണ് ജീൻസ് പാൻറ്റ് ഇടുന്നത്? ഈ റോട്ടുമ്മ ഇവിടെ തുണിയും കുപ്പായ റോട്ടുമ്മ ഇവിടെ ജീൻസ് പാൻറ്റ് ഇട്ടിട്ട് തിരുമ്പിയിട്ട് അലക്കിയിട്ട് ഇവിടെ വെച്ചാൽ അത് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ണി കണ്ടൊരു എടുത്തുകൊണ്ടുപോകും. പിന്നെ ആ ജീൻസ് പാൻറ്റ് ഉണങ്ങാൻ 2 ദിവസം 3 ദിവസം പിടിക്കും. പിന്നെ എനിക്ക് ഈ റോട്ടുമ്മ കൊടുത്തിട്ടിട്ട് എന്തിനാണ് ജീൻസ് പാൻറ്റ് ഇടുന്നത്? എനിക്ക് സാധാ കട്ടി കുറവുള്ള ഏതെങ്കിലും ഒരു പാൻറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അതിന് മേലാക്കി ജീൻസ് പാൻറ്റ് എന്നോട് പറയരുത്, ജീൻസ് പാൻറ്റ് ഇടുകയും ചെയ്യരുത്. അതിൻ്റെ ശേഷം ഞാൻ ആ ഉപ്പ പറഞ്ഞ ഇതുവരേക്കും ഉപ്പാൻ്റെ വാക്ക് അങ്ങനെ അങ്ങോട്ട് പിടിച്ച് നിർത്തിയാണ്. ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീൻസ് പാൻറ്റ് ഇട്ടിട്ടില്ല. റബ്ബാണ് സത്യം. ഇപ്പൊക്കെ 47 വയസ്സായി. 7 വയസ്സിൽ നാട്ടിൽ നിന്ന് പോന്നതാണ്. പക്ഷെ വാപ്പ അനങ്ങിയാൽ ചീത്ത പറയുള്ളൂ. സ്നേഹത്ത് കൊടുക്കുന്ന ഒരു മക്കളും. പക്ഷെ ഉള്ളിൽ വാപ്പാക്ക് ഉള്ളിൽ ഭയങ്കര സ്നേഹം മക്കളോട്, പുറത്ത് കാണിക്കൂല. അപ്പോൾ പറയും, ഇനി മേലാക്കിയിട്ട് ജീൻസ് പാൻറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിട്ട് തന്നെ ഞാൻ 4 കുത്തുന്നു പറഞ്ഞു എന്നോട്. ഇവിടെ ജീൻസ് വലിയൊരു പണക്കാരിട്ടോട്ടെ, അജ്ജി ഇടാൻ നിൽക്കണ്ട, അജ്ജി ഇവിടെ റൂട്ടുമൊക്കെ എടുക്കുന്നിട്ട് അതും എടുത്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും തിരിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ടോ. ആ വില കൂടിയ സാധനം. അതുകൊണ്ട് ഇപ്പം കുട്ടി ഇനി മേലാക്ക് ആ വർത്താനോട് പറയരുത്, ഇടും ചെയ്യരുത്. അതിൻ്റെ ശേഷം ഞാൻ ജീൻസ് ഇടലില്ല. പിന്നെ ഞാൻ ബ്ലാക്ക് പാൻറ്റ് ഇടലില്ല. എന്നും ഒരുപാട് ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഡ്രസ്സ് ഏതും മണ്ണിടും. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ബനിയായിട്ടിട്ടായിരിക്കുക. കാരണം ഇവിടെ പറ്റൂല. അപ്പോൾ ഇന്ന് ഞാൻ പള്ളിക്ക് പോകുമ്പോഴേക്ക് അവർ 200 പറഞ്ഞ് 160 ഉറുപ്പ്യക്ക് തന്നതാണ്. നല്ല സാധനം കേട്ടോ. ഒരുപാട് കാലം ഈണ്ടുവെക്കും. മനസ്സിലൊന്നും ഇരിക്കില്ല, എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കുക, വേറെ എന്തെങ്കിലും വിളിച്ച് പറയാം. എൻ്റെ ജീവിതത്തിൽ ഇന്ന അറിയുന്ന എല്ലാവർക്കും അറിയാം എന്നെ പറ്റി. ഞാൻ ഈ നുണവും കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. നേരെ വാ എന്നുള്ള ഒരു വഴിക്ക് കൂടെ പോകുന്ന ആളാണ്. കൂടുതൽ പറയണില്ല, എല്ലാവർക്കും ബോറാവും എൻ്റെ സംസാരം കേട്ടാൽ.